ഹലോ, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് കശുവണ്ടിയാണേ. നമ്മുടെ പറമ്പിൽ നിന്ന് ഒരു കശുമാവ് മഴയത്തൊടിഞ്ഞു പോയി. അപ്പോൾ അതിൽ നിന്ന് പറിച്ചെടുത്തിട്ടുള്ള കശുവണ്ടിയാണേ. അപ്പോൾ ഇത് ചിലതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്, എന്നാലും കൂടുതൽ ഇതുപോലെ പിഞ്ച് കശുവണ്ടിയാണേ. അപ്പോൾ ഇത് നമുക്ക് കടയിലൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലെ പരിപ്പെടുത്തിട്ട് നല്ലൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ നേരത്തെ ഞാനൊരു കശുവണ്ടി കറി വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വേറെ രീതിക്ക് നമുക്ക് അടിപൊളി ടേസ്റ്റിലൊരു കശുവണ്ടി കറി ഉണ്ടാക്കാം. അപ്പോൾ അതേ അമ്മ ഇതെല്ലാം ഒന്ന് വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇതിന് ചൊനയുണ്ട്, അതായത് കൈ പൊള്ളും. ഇതിൻ്റെ കറ പറ്റിയിട്ടുണ്ടെങ്കിൽ കൈ പൊള്ളും. അപ്പോൾ കയ്യിൽ നന്നായിട്ട് എണ്ണ തേച്ചിട്ടാണ് അമ്മ ഇതുപോലെ ഇത് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ മൂത്ത കശുവണ്ടിയൊക്കെ നമുക്ക് കടയിൽ കൊടുക്കാം. അല്ലാത്ത പിഞ്ച് കശുവണ്ടിയൊക്കെ ഇതുപോലെ വെട്ടിയെടുത്ത് നമ്മൾ കറി വെക്കും. അപ്പോൾ കുറേയൊക്കെ നമ്മൾ അടുത്ത വീട്ടിലൊക്കെ കൊടുത്തു. ബാക്കി കുറച്ചിവിടെ നമ്മൾ കറി വെക്കാനൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പച്ചയ്ക്ക് വെട്ടിയ ഉടനെ ഇതുപോലെ പച്ചയ്ക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കറി വെക്കാനായിട്ട് ബാക്കി എന്തോരം ഉണ്ടാവുമെന്ന് അറിയില്ല. അതുപോലെ പച്ചയ്ക്ക് ഞങ്ങൾ പകുതിയും കഴിക്കും. ബാക്കി എടുത്തിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കയ്യിൽ എണ്ണ നന്നായിട്ട് പുരട്ടിയിട്ടാണ് ഇത് വെട്ടിയെടുക്കുന്നത്. മുഖത്തേക്കും ചിലപ്പോൾ ഇത് തെറിക്കും. അപ്പോൾ ശ്രദ്ധിച്ചൊക്കെ വേണം ഇത് വെട്ടിയെടുക്കാൻ. ഒന്നുകിൽ നമുക്ക് ഈ പഴയ തുണിയൊക്കെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ വെട്ടാം, അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ടാണേലും ഇതുപോലെ വെട്ടിയെടുക്കാം കേട്ടോ. അമ്മയ്ക്ക് ഇത് വെട്ടി നല്ല പരിചയമാണ്, അതുകൊണ്ട് അമ്മ തന്നെ അങ്ങ് ഗ്ലൗസൊന്നും ഉപയോഗിക്കണില്ല. കുറച്ച് എണ്ണയൊക്കെ പുരട്ടിയിട്ട് ഇതുപോലെ വെട്ടിയെടുക്കുകയാണേ. ഇത് നമ്മൾ കറി വെക്കാൻ ആവശ്യത്തിന് കശുവണ്ടി വെട്ടിയെടുത്തിട്ടുണ്ട്. കുറേയൊക്കെ ഞങ്ങൾ കഴിച്ചു കേട്ടോ. ഇത് ബാക്കിയുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ടാണിത് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ പുരട്ടിയെടുത്തില്ലെങ്കിൽ നമ്മളിത് തൊലി പൊളിച്ചെടുക്കുമ്പോൾ കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊന്ന് വെളിച്ചെണ്ണ തിരുമ്മിയെടുക്കുന്നത്. ഇനി വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതിയാകും. ഇനി നമുക്കിതിനുള്ള അരപ്പാദ്യം തയ്യാറാക്കാം. അപ്പം ഞാനിവിടെ ഒരു പാത്രം ഇതുപോലെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് നമുക്ക് അരമുറി തേങ്ങ ചിരകിയത്, ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ മല്ലി, പിന്നെ എരിവിന് വേണ്ടി വറ്റൽമുളക്, പിന്നെ 3-4 കുഞ്ഞുള്ളി. ഇത്രയും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നല്ല ചുമക്കെ വറുത്തെടുക്കണം. തീ മാക്സിമം കുറച്ചിട്ട് വറുത്തെടുക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ദേ നമ്മുടെ തേങ്ങ ചെറുതായിട്ട് ചുവന്ന കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളറിൽ വരണം, എങ്കിലേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ രീതിക്കും വേണമെങ്കിൽ നമുക്ക് അരച്ചെടുക്കാം, പക്ഷേ നല്ല ഗോൾഡൻ കളറിൽ വറുത്ത് അരയ്ക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു രുചിയും മണമൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ പാത്രത്തിൽ തന്നെ ചെറു ചൂടോടെ ഇരുന്ന് കുറച്ചും കൂടി ഒന്ന് മൂത്ത് വരും. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വെള്ളം ചേർക്കാതെ മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം ചേർത്ത് അരയ്ക്കരുത്. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് തണുത്ത് വരട്ടെ. ഇനി ഇതേ ഒരു ചട്ടിയിലേക്ക് 1 ടീസ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സവോള ഇതുപോലെ നീട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ എരിവിന് വേണ്ടി 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ഇതുപോലെ ഒന്ന് കൊത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, പിന്നെ തേങ്ങ അതും കൂടി ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്നും വഴറ്റണ്ട, ചെറുതായൊന്ന് മൂത്ത് വന്നാൽ മതിയാകും. ചട്ടിയിലായതുകൊണ്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാനേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഒന്ന്
ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കശുവണ്ടി കൂടി ചേർക്കാം. ഇത് ഏകദേശം 1 കപ്പോളം കശുവണ്ടി ഉണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ കശുവണ്ടിക്കൊന്നും അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വേവായി കിട്ടും. അപ്പോൾ ഇതൊന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ഇത്തിരി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. എന്നിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ആവി വന്ന് കഴിയുമ്പോൾ തന്നെ ഇത് വേവായി കിട്ടിക്കോളും. ഇപ്പം നമ്മുടെ കശുവണ്ടിയൊക്കെ നന്നായിട്ട് വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, തേങ്ങ വറുത്തരച്ചില്ലേ, അതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഗ്രേവിക്ക് വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് ചാറാക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇത്തിരി ഒന്ന് കുറുകിയിരിക്കണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ആവുള്ളൂ. പിന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇത് തിളച്ച് ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും ഇത്തിരി കൂടി ഒന്ന് കുറുകി വരും കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ ഇത്തിരി ഒന്ന് ലൂസായിട്ട് തോന്നും, പക്ഷേ ഇത് നമ്മൾ തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് പാകത്തിനായിക്കോളും. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.